ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായം സൂറത്ത് യാസീനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 50 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 51 മുതൽ 54 വരെയുള്ള ആയത്തുകൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വനുഫിഖ ഫിസ്സൂരി ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാസാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദതൻ ഫഇദാഹും ജമീഉൻ ലദൈനാ മുഹ്ദറൂൻ. فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി, അവിശ്വാസികളായ ആളുകൾ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം, എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക? അതിന് അള്ളാഹു നൽകുന്ന മറുപടി അതിൻ്റെ തീയതിയോ അല്ലെങ്കിൽ സമയമോ അല്ല, മറിച്ച് അത് ഒരൊറ്റ ഘോര ശബ്ദം മാത്രമായിരിക്കും. ഇതുപോലെയുള്ള ആളുകൾ പരസ്പരം തർക്കിച്ചു കൊണ്ടിരിക്കെ അത് സംഭവിക്കും. വളരെ പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുക. മാത്രമല്ല, ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒരു വസിയത്ത് നൽകാൻ പോലും സാധിക്കാത്ത അത്രയും പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുക എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കി. ശേഷം അള്ളാഹു പറയുന്നു, വനുഫിഖ ഫിസ്സൂരി ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. വനുഫിഖ ഫിസ്സൂരി. നഫഖ എന്ന് പറഞ്ഞാൽ ഊതി എന്നാണ് അർത്ഥം. നുഫിഖ ഊതപ്പെട്ടു. ഊതപ്പെട്ടു എന്ന് പറയുമ്പോൾ ആരാണത് ചെയ്യുന്നത് എന്ന് പറയാതെ ആ കാര്യം പറയുന്നതിന് പാസീവ് വോയിസ് അല്ലെങ്കിൽ മജ്ഹൂൽ രൂപം എന്ന് പറയും. അതിൻ്റെ തുടക്കത്തിലൊരു വാവുണ്ട്. അത് അത്തിഫിൻ്റെ വാവായിട്ടോ ഇസ്തിനാഫയുടെ വാവായിട്ടോ പറയാം. അത്തിഫിൻ്റെ വാവായിട്ട് പറയുമ്പോൾ തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞ കാര്യത്തോടു കൂടി ചേർത്തുകൊണ്ട് എന്നർത്ഥത്തിൽ വനുഫിഖ ഊതപ്പെടുകയും ചെയ്യും. ഇനി ഇസ്തിനാഫയുടെ വാവായിട്ട് പറയുമ്പോൾ കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത് മറ്റൊരു ഊത്തിൻ്റെ കാര്യമായിരുന്നു. ഈ ആയത്തിൽ വേറെ ഒരു ഊത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ തുടക്കത്തിൽ ഒരു വാവ് ചേർത്തു. വനുഫിഖ ഊതപ്പെട്ടു അല്ലെങ്കിൽ ഊതപ്പെടും. ഫിസ്സൂരി. സൂർ എന്ന് പറഞ്ഞാൽ ശരിക്ക് കാഹളം അല്ലെങ്കിൽ കൊമ്പ് എന്നൊക്കെയാണ് അർത്ഥം. മുമ്പ് കാലങ്ങളിലൊക്കെ ഈ പട്ടാളക്കാരൊക്കെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാഹളത്തിൽ ഊതും. അതിനൊക്കെയാണ് പൊതുവേ ഈ സൂർ എന്ന് പറയാറുള്ളത്. പക്ഷേ ഇവിടെ അള്ളാഹു സൂർ എന്ന് ഉപയോഗിച്ചത് ഏത് തരം കാഹളാണ് നമുക്കറിയില്ല. ഏതായാലും തൽക്കാലം നമുക്കതിന് കാഹളം എന്നർത്ഥം കൊടുക്കാം. കൊമ്പ് എന്നൊക്കെ പറയാറുണ്ട് ആ ഊതുന്ന സാധനത്തിന്. അപ്പോൾ ഫിസ്സൂരി കാഹളത്തിൽ. ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം. ഫിസ്സൂരി കാഹളത്തിൽ. ഫഇദാഹും. ഫഇദ എന്ന് പറഞ്ഞാൽ അപ്പോഴതാ. ഫ അപ്പോൾ, ഇദ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയാൽ എന്നാണ്. ഒന്നിച്ച് ഫഇദ എന്ന് പറയുമ്പോൾ അപ്പോഴതാ. ഹും അവർ. ഫഇദാഹും അപ്പോഴതാ അവർ, അല്ലെങ്കിൽ അപ്പോൾ അവരതാ. മിനൽ അജ്ദാസി. ജദസ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അജ്ദാസ്. ജദസ് എന്ന് പറഞ്ഞാൽ ശ്മശാനം അല്ലെങ്കിൽ കുഴിമാടം, ഖബർ എന്നൊക്കെ പറയാം. അജ്ദാസ് അതതിൻ്റെ ബഹുവചനമാണ്. ശ്മശാനങ്ങൾ, കുഴിമാടങ്ങൾ, ഖബറുകൾ. അപ്പോൾ മിനൽ അജ്ദാസി, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്. മിനൽ അജ്ദാസി ശ്മശാനങ്ങളിൽ നിന്ന്, ഖബറുകളിൽ നിന്ന്, കുഴിമാടങ്ങളിൽ നിന്ന്. ഇലാ റബ്ബിഹിം. ഇല എന്ന് പറഞ്ഞാൽ ലേക്ക്, റബ്ബ് നാഥൻ, ഹിം അവരുടെ. ഇലാ റബ്ബിഹിം അവരുടെ നാഥനിലേക്ക്, അവരുടെ റബ്ബിലേക്ക്, അവരുടെ രക്ഷിതാവിലേക്ക്. യൻസിലൂൻ. നസല എന്ന് പറഞ്ഞാൽ ധൃതിയിൽ പോയി അല്ലെങ്കിൽ കുതിച്ചു പോയി എന്നൊക്കെയാണ്. അതിൻ്റെ മുളാരിയാണ് യൻസിലു. ധൃതിയിൽ പോകും, ധൃതിയിൽ പോകുന്നു, അല്ലെങ്കിൽ കുതിച്ചു പോകും, കുതിച്ചു പോകുന്നു. യൻസിലൂൻ അതതിൻ്റെ ബഹുവചന രൂപമാണ്. അവർ ധൃതിയിൽ പോകും, അവർ കുതിച്ചു പോകും. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വനുഫിഖ ഫിസ്സൂരി ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. കാഹളത്തിൽ ഊതപ്പെടും, അപ്പോഴതാ അവർ അവരുടെ റബ്ബിലേക്ക് കുഴിമാടങ്ങളിൽ നിന്ന്, ഖബറുകളിൽ നിന്ന് ധൃതിയിൽ പോകുന്നു. അടുത്ത ആയത്ത് ഖാലൂ യാ വൈലന മൻ ബഅസന മിൻ മർഖദിന. ഖാലൂ. ഖാല പറഞ്ഞു, ഖാലൂ അവർ പറഞ്ഞു. അതിവിടെ ഈ സന്ദർഭം അനുസരിച്ച് അവർ പറയും എന്നുള്ള രൂപത്തിൽ കൊടുക്കാം. ഖാലു എന്നുള്ളത്
ഭൂതകാല ക്രിയയാണെങ്കിലും അതിനർത്ഥം കൊടുക്കുമ്പോൾ ഭാവി കാലത്തിൻ്റെ അർത്ഥം കൊടുക്കാം. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അങ്ങനെയുണ്ട്. ഉറപ്പായിട്ടും അത് സംഭവിക്കും എന്നുള്ള രൂപത്തിൽ പറയാൻ വേണ്ടിയിട്ട് മാദിയായ രൂപം, കാരണം സംഭവിച്ചു കഴിഞ്ഞു എന്ന രൂപത്തിൽ തന്നെ അതിനെ സൂചിപ്പിക്കും. അതുപോലെ തന്നെ പടച്ച തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം കാലങ്ങൾക്ക് പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ ഏത് കാലക്രിയ ഉപയോഗിച്ചിട്ടും വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ ഖാലു അവർ പറയും. യാ വൈലന, യാ എന്നുള്ളത് വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. യാ അയ്യുഹന്നാസ്, യാ അയ്യുഹൽ മുഅ്മിനൂൻ, അതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. യാ അയ്യുഹൽ കാഫിറൂൻ. അപ്പോൾ യാ എന്നുള്ളത് വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ഹേ എന്ന് വേണമെങ്കിൽ അർത്ഥം കൊടുക്കാം. വൈലന, വൈൽ എന്ന് പറഞ്ഞാൽ നാശം. വൈലന ഞങ്ങളുടെ നാശം. യാ വൈലന ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ കഷ്ടമേ. അല്ലെങ്കിൽ എന്തൊരു കഷ്ടമാണ്, എന്തൊരു നാശമാണ്, അല്ലെങ്കിൽ എന്തൊരു കഷ്ടമായ അവസ്ഥയാണ്. മം ബഅസന, മൻ ആരാണ്, ബഅസ ഉയർത്തെഴുന്നേൽപ്പിച്ചു, നാ ഞങ്ങളെ. മൻ ബഅസന ആരാണ് ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്, ആരാണ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത്. മിം മർക്കദിന, റഖദ എന്ന് പറഞ്ഞാൽ ഉറങ്ങിയെന്നാണ്. മർക്കദ് ഉറങ്ങുന്ന സ്ഥലം, കിടപ്പറ. മർക്കദുന ഞങ്ങളുടെ കിടപ്പറ, ഞങ്ങൾ ഉറങ്ങുന്ന സ്ഥലം. മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്. മിൻ മർക്കദിന, മിൻ എന്ന് പറയുമ്പോൾ മർക്കദു എന്നുള്ളത് മർക്കദീനാവും. മിൻ മർക്കദിന ഞങ്ങളുടെ കിടപ്പറയിൽ നിന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ ഉറങ്ങുന്ന സ്ഥലത്ത് നിന്ന്. ഹാദ മാ വഅദർ റഹ്മാനു, ഹാദ ഇതാണ്, അല്ലെങ്കിൽ ഇത്. മാ വഅദ, വഅദ എന്ന് പറഞ്ഞാൽ വാഗ്ദാനം നൽകി, കരാറ് നൽകി. മാ വഅദ വാഗ്ദാനം നൽകിയത്. അപ്പോൾ ഹാദ മാ വഅദ ഇതാണ് വാഗ്ദാനം നൽകിയത്, അല്ലെങ്കിൽ ഇത് വാഗ്ദാനം നൽകിയതാണ്. അർ റഹ്മാനു പരമകാരുണികൻ. അപ്പോൾ ഹാദ മാ വഅദ റഹ്മാനു ഇതാണ് പരമകാരുണികൻ വാഗ്ദാനം നൽകിയത്, അല്ലെങ്കിൽ ഇത് പരമകാരുണികൻ വാഗ്ദാനം നൽകിയതാണ്. വ സ്വദഖ, സ്വദഖ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു. വ സ്വദഖ സത്യം പറയുകയും ചെയ്തു. അൽ മുർസലൂൻ, അർസല എന്ന് പറഞ്ഞാൽ അയച്ചു, മുർസൽ ദൂതൻ, അയക്കപ്പെട്ടവൻ, മുർസലൂൻ ദൂതന്മാർ. അപ്പോൾ വ സ്വദഖൽ മുർസലൂൻ ദൂതന്മാർ സത്യം പറയുകയും ചെയ്തു. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഖാലൂ യാ വൈലന മം ബഅസന മിൻ മർക്കദിന, അവർ പറയും ആരാണ് ഞങ്ങൾ ഉറങ്ങുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. ഹാസാ മാ വഅദർ റഹ്മാനു വ സ്വദഖൽ മുർസലൂൻ, ഇതാകുന്നു പരമകാരുണികൻ വാഗ്ദാനം നൽകിയത്, മുർസലുകൾ അല്ലെങ്കിൽ ദൂതന്മാർ സത്യം പറഞ്ഞതും. അടുത്തായത് ഇൻ കാനത്ത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദത്തൻ. ഇൻ കാനത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം അല്ല, ഇല്ല എന്നുള്ള അർത്ഥം. കാന ആണ്, ആകുന്നു. അത് സ്ത്രീലിംഗാക്കാൻ വേണ്ടിയിട്ട് അവസാനത്തിലൊരു താഴ് ചേർത്തു. കാനത്ത് അത് ആകുന്നു, അല്ലെങ്കിൽ അതായിരുന്നു, അതാണ് എന്നുള്ളൊക്കെ അർത്ഥം. ഇൻ കാനത്ത് അത് ആയിരിക്കുകയില്ല. ഇല്ലാ സ്വൈഹത്തൻ, സ്വൈഹത്ത് എന്ന് പറഞ്ഞാൽ ഘോര ശബ്ദം, വലിയ ശബ്ദം, പേടിപ്പിക്കുന്ന ശബ്ദം. ഇല്ലാ സ്വൈഹത്തൻ ഘോര ശബ്ദമല്ലാതെ. വാഹിദത്തൻ ഒരൊറ്റ, അല്ലെങ്കിൽ ഒരു. ഇല്ലാ സ്വൈഹത്തൻ വാഹിദത്തൻ ഒരൊറ്റ ഘോര ശബ്ദമല്ലാതെ. ഫ ഇദാഹും, ഫ ഇദാ ഇത് നേരത്തെ വന്നല്ലോ. ഫ ഇദാ അപ്പോഴതാ, ഹും അവർ, ജമിയഉൻ ഒന്നിച്ച് മുഴുവനും, ലദൈന ലദ എന്ന് പറഞ്ഞാൽ അടുക്കൽ, ലദൈന നമ്മുടെ അടുക്കൽ, മുഹ്ലറൂൻ അഹ്ലറ എന്ന് പറഞ്ഞാൽ ഹാജരാക്കി, മുഹ്ലർ ഹാജരാക്കപ്പെടുന്നവൻ, മുഹ്ലറൂൻ ഹാജരാക്കപ്പെടുന്നവർ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഇൻ കാനത്ത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദത്തൻ ഫഇദാഹും ജമിയഉൽ ലദൈന മുഹ്ദറൂൻ, അത് ഒരൊറ്റ ഘോര ശബ്ദമല്ലാതെ മറ്റൊന്നുമല്ല, അപ്പോഴതാ അവർ എല്ലാവരും ഒരുമിച്ച് നമ്മുടെ അടുക്കൽ ഹാജരാക്കപ്പെടുന്നവരാകുന്നു. അടുത്തായത് ഫൽ യൗമ, ഫ അപ്പോൾ, അൽ യൗമ അന്ന്, ആ ദിവസം, ഫൽ യൗമ അപ്പോൾ ആ ദിവസം, ലാ തുദ്ലമു, ലലമ എന്ന് പറഞ്ഞാൽ അക്രമം കാണിച്ചു, അനീതി കാണിച്ചു എന്നൊക്കെയാണ്. അതിൻ്റെ മുതാരി യദ്ലിമു തദ്ലിമു എന്നൊക്കെയാണ്. അക്രമം കാണിക്കും, അക്രമം കാണിക്കുന്നു എന്നർത്ഥം. ഈ താ വെച്ച് തുടങ്ങുമ്പോൾ സ്ത്രീലിംഗായി, യാ ആണെങ്കിൽ പുല്ലിംഗായി. ഇനി അത് മജ്ഹൂൽ രൂപത്തിൽ പറയുമ്പോൾ, അത് പാസീവായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ആക്കപ്പെടും എന്ന രൂപത്തിൽ പറയാൻ വേണ്ടിയിട്ട് തുദ്ലമു, തുദ്ലമു ആകുമ്പോൾ അക്രമം കാണിക്കപ്പെടും അല്ലെങ്കിൽ അനീതി കാണിക്കപ്പെടും. ലാ തുദ്ലമു അനീതി കാണിക്കപ്പെടുകയില്ല, അക്രമം കാണിക്കപ്പെടുകയില്ല. നഫ്സുൻ ഒരു ശരീരവും ഒരു ദേഹവും. ആ നഫ്സ് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് തുദ്ലമു ഉപയോഗിച്ചത്. ലാ തുദ്ലമു നഫ്സുൻ ഒരു ശരീരവും അനീതി കാണിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തോടും അനീതി കാണിക്കുകയില്ല എന്നർത്ഥം.
ഷെയ്അൻ ഒട്ടും അല്ലെങ്കിൽ യാതൊന്നും. വലാ തുജ്സൗന, ജസ എന്ന് പറഞ്ഞാൽ പ്രതിഫലം നൽകി എന്നാണ്. അത് മാദിയായ രൂപമാണ്, പാസ്റ്റ് ആണ്, ഭൂതകാലക്രിയയാണ്. അതിൻ്റെ മുതാരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത്. യജ്സി, തജ്സി എന്നൊക്കെയാണ്. പ്രതിഫലം നൽകും, പ്രതിഫലം നൽകുന്നു. അതിൻ്റെ മജ്ഹൂൽ രൂപം യുജ്സ, തുജ്സ എന്നൊക്കെയാണ് വരിക. യുജ്സ എന്ന് പറഞ്ഞാൽ പ്രതിഫലം നൽകപ്പെടും, പ്രതിഫലം നൽകപ്പെടുന്നു. തുജ്സ എന്നാകുമ്പോൾ നീ പ്രതിഫലം നൽകപ്പെടും, നീ പ്രതിഫലം നൽകപ്പെടുന്നു. ഇനി കുറേ പേർക്കാണെങ്കിൽ യുജ്സൗന, അവർ പ്രതിഫലം നൽകപ്പെടും, അവർ പ്രതിഫലം നൽകപ്പെടുന്നു. തുജ്സൗന, നിങ്ങൾ പ്രതിഫലം നൽകപ്പെടും, നിങ്ങൾ പ്രതിഫലം നൽകപ്പെടുന്നു. ലാ തുജ്സൗന, നിങ്ങൾ പ്രതിഫലം നൽകപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടൂല എന്നർത്ഥം. വലാ തുജ്സൗന, വാവ് അത്തിഫിൻ്റെ വാവാണ്, നിങ്ങൾ പ്രതിഫലം നൽകപ്പെടുകയും ഇല്ല. ഇല്ലാ മാ കുൻതും, ഇല്ല അല്ലാതെ, മാ കുൻതും കാന ആണ്, ആകുന്നു, ആയിരുന്നു. അതിൻ്റെ കൂടെ അൻതും എന്ന് ചേർക്കുമ്പോൾ, അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ, കാന എന്നുള്ളതിൻ്റെ കൂടെ അൻതും ചേർക്കുമ്പോൾ കുൻതും, നിങ്ങൾ ആണ്, നിങ്ങളാകുന്നു, നിങ്ങളായിരുന്നു. മാ കുൻതും, നിങ്ങൾ ആയിരുന്നത്. ഇല്ലാ മാ കുൻതും, നിങ്ങൾ ആയിരുന്നതല്ലാതെ. എന്ത്? തഅ്മലൂൻ, അമില പ്രവർത്തിച്ചു, യഅ്മലു പ്രവർത്തിക്കും, പ്രവർത്തിക്കുന്നു, തഅ്മലു നീ പ്രവർത്തിക്കും, നീ പ്രവർത്തിക്കുന്നു, തഅ്മലൂൻ നിങ്ങൾ പ്രവർത്തിക്കും, നിങ്ങൾ പ്രവർത്തിക്കുന്നു. ഇല്ലാ മാ കുൻതും തഅ്മലൂൻ, ഇല്ലാ മാ കുൻതും നിങ്ങൾ ആയിരുന്നതല്ലാതെ, തഅ്മലൂൻ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഇല്ലാ മാ കുൻതും തഅ്മലൂൻ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനല്ലാതെ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഫൽ യൗമ ലാ തുദ്ലമു നഫ്സുൻ ഷെയ്അൻ, അന്നേ ദിവസം ഒരു ശരീരവും ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തോടും ഒട്ടും അനീതി കാണിക്കുകയില്ല, അക്രമം കാണിക്കുകയില്ല. വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅ്മലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയും ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചിരുന്നത് അതിനുള്ള പ്രതിഫലമാണ് നിങ്ങൾക്ക് നൽകുക എന്നർത്ഥം. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. ഈ ഒരു ഭാഗത്ത് 51-ാമത്തെ ആയത്ത് തുടങ്ങുന്നത് ഒരു കാഹളത്തിലെ ഊത്തിനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. അത് ഏതാണ് ഈ കാഹളത്തിലെ ഊത്ത്? പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളനുസരിച്ച് അന്ത്യനാളിൻ്റെ സമയത്ത് 2 ഊത്തുകൾ, കാഹളത്തിലുള്ള 2 ഊത്തുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭൂരിപക്ഷം പണ്ഡിതന്മാരും 2 ഊത്തുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ആദ്യത്തെ ഒരു ഊത്ത് എല്ലാം നാശമടയാനുള്ളൊരു ഊത്ത്, രണ്ടാമത്തെ കാഹളത്തിലുള്ള ഊത്ത് പിന്നീട് ആ നാശമടഞ്ഞ എല്ലാം പുനർജീവിപ്പിക്കുന്ന അല്ലെങ്കിൽ എല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഊത്ത്, അതിനുള്ള ഊത്ത്. ഇങ്ങനെ 2 ഊത്തുകൾ. എന്നാൽ ചില പണ്ഡിതന്മാർ 3 ഊത്തുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ ഒരു ഊത്ത് എന്നുള്ളത് ഒരു ഭീതിയുടെ, ഒരു ഭയത്തിൻ്റെ, പേടിയുടെ ഒരു ഊത്ത്. രണ്ടാമത്തേത് വീഴ്ചയുടെ ഊത്ത്, എല്ലാം നശിക്കുന്ന ഊത്ത്. മൂന്നാമത്തത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഊത്ത്. അങ്ങനെ 3ആയിട്ട് എണ്ണിയിട്ടുണ്ട്. ഭൂരിപക്ഷം പണ്ഡിതന്മാരും 2 ഊത്തുകളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ആയത്തിൽ 51-ാമത്തെ ആയത്തിൽ ആ രണ്ടാമത്തെ ഊത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ആദ്യത്തെ ഊത്തോടുകൂടി എല്ലാം നാശമടഞ്ഞു, രണ്ടാമത്തെ ഊത്തിൽ എല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ആ രണ്ടാമത്തെ ഊത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ എപ്പോഴാണ് ഈ അന്ത്യനാൾ സംഭവിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവരോട് കൊടുത്ത മറുപടി അത് ഒരു ഘോര ശബ്ദമല്ലാതെ മറ്റൊന്നുമല്ല. അവർ അതിനെക്കുറിച്ച് തർക്കിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് സംഭവിക്കും, വളരെ പെട്ടെന്ന് സംഭവിക്കും എന്നർത്ഥം. അപ്പോൾ അവിടെ പറഞ്ഞ ആ ഒരു ഘോര ശബ്ദമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞത് അത് ആദ്യത്തെ ഊത്താണ്. ആദ്യത്തെ ഊത്തോടുകൂടി എല്ലാം നശിക്കും. അവരിങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ ഒരു ആദ്യത്തെ ഊത്തോടുകൂടി എല്ലാം നശിക്കും. ആ സമയത്ത് ഭൂമി മറ്റൊരു രൂപത്തിലേക്ക് മാറും, പ്രപഞ്ചം ഒന്നിച്ച് മറ്റൊരു രൂപത്തിലേക്ക് മാറും. അല്ലാതെ മൊത്തത്തിൽ ഭൂമിയും ആകാശവും ഒക്കെ നശിച്ച് ഇല്ലാതാവുകയല്ല ചെയ്യുക എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരാൾ മരണപ്പെട്ടതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പ് വരെ അയാൾ ഖബറിലാണ് കിടക്കുന്നത്. ഖബർ എന്നുള്ള ആ ഒരു സംഗതി ഒരു കുഴി തന്നെ ആവണമെന്നില്ല. മരണത്തിന് ശേഷം അന്ത്യനാൾ സംഭവിക്കുന്നത് വരെ അയാൾ ഏതവസ്ഥയിലാണെങ്കിലും, കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണെങ്കിലും, വെള്ളത്തിൽ ആർക്കും കിട്ടാത്ത രൂപത്തിൽ മത്സ്യമോ മറ്റൊക്കെ കഴിച്ച രൂപത്തിലാണെങ്കിലും ഒക്കെ അയാളുടെ ബർസക്കിയായ അവസ്ഥയാണത്. ബർസക്കിയായ അവസ്ഥ എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെയാണ് ബർസക്കിയായ അവസ്ഥ എന്ന് പറയാം. ആ അവസ്ഥയിൽ രക്ഷാശിക്ഷകളുണ്ട്, ഏതൊരാൾക്കും ഉണ്ട്. അത് ഖബറിൽ കൊണ്ടുപോയി തന്നെ വെക്കണമെന്നൊന്നുമില്ല. അള്ളാഹുവിൻ്റെ രക്ഷാശിക്ഷകൾ ലഭിക്കാൻ ഏത് രൂപത്തിൽ മരണപ്പെട്ട ആളാണെങ്കിലും മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള ആ ഒരു കാലഘട്ടം, അദ്ദേഹത്തിൻ്റെ ബർസക്കിയായ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ രക്ഷാശിക്ഷകളുണ്ട്. സാധാരണ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും,
ഈ മരണപ്പെട്ട ഒരാൾ ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ പോലെയാണ്. ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ മരണപ്പെട്ട ഒരാളെ പോലെയാണ്. നോക്കൂ നിങ്ങൾ, നമ്മളൊക്കെ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഈ പരിസരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു ബോധവുമില്ല. പക്ഷെ സ്വപ്നം കാണുന്നുണ്ട് നമ്മൾ. ചില സ്വപ്നങ്ങളൊക്കെ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണും. അതിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ പിന്നീട് ചില ആളുകൾക്കൊക്കെ ഉറങ്ങാൻ തന്നെ പേടിയായിരിക്കും. അത്തരം സ്വപ്നങ്ങൾ കാണുമ്പോൾ ഒരുപാട് വേദനകളും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ചില ആളുകൾ ഉറക്കത്തിൽ നല്ല സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അതിൽ നിന്ന് ആരെങ്കിലും അവരെ ഉണർത്തിക്കഴിഞ്ഞാൽ എന്നൊന്ന് ഉണർത്താതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നിപ്പോവും. നല്ല സുന്ദരമായ സ്വപ്നങ്ങൾ കാണുന്ന ആളുകൾ. അപ്പോൾ പലപ്പോഴും നമുക്ക് ഉറക്കത്തിൽ വേദനകളും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഇതുപോലെ ആയിരിക്കാം ഒരുപക്ഷെ ബർസഖിയായ അവസ്ഥയിൽ അനുഭവിക്കുന്ന രക്ഷാശിക്ഷകൾ എന്ന് ചില ആളുകളൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യൻ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നത്തിലൂടെ അനുഭവിക്കുന്ന പോലെ ബർസഖിയായ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ റൂഹിന് ഇതുപോലെയുള്ള നല്ല റൂഹാണെങ്കിൽ അതിന് ഏറ്റവും നല്ല കാര്യങ്ങളും സന്തോഷകരമായ കാര്യങ്ങളും, തിന്മകൾ ചെയ്ത ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ റൂഹിന് വളരെയധികം പ്രയാസമുണ്ടാക്കുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുമായിരിക്കും ഉണ്ടാവുക. അത് ഉറക്കത്തിൽ ഒരാൾ സ്വപ്നം കാണുന്ന പോലെ ആവാം, അങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അള്ളാഹുവിന് അതല്ലാത്ത രൂപത്തിലുമൊക്കെ അത് അനുഭവിപ്പിക്കാൻ സാധിക്കും. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ചില പണ്ഡിതാഭിപ്രായങ്ങളാണ് സൂചിപ്പിച്ചത്. ഏതായാലും ആ രൂപത്തിലുള്ള ഒരു ബർസഖിയായ അവസ്ഥ ഏതൊരാൾക്കും ഉണ്ടാകും എന്നർത്ഥം. നല്ല ആളുകൾക്കാണെങ്കിൽ നല്ല അവസ്ഥയും, തിന്മ ചെയ്ത് ജീവിച്ച ആളുകൾക്ക് വളരെ പ്രയാസകരമായ അവസ്ഥയുമായിരിക്കും ഉണ്ടാവുക എന്നർത്ഥം. ഇവിടെ പറയുന്നത് 51-ാമത്തെ ആയത്തിൽ പറയുന്നത് അങ്ങനെ എല്ലാം നശിച്ചതിന് ശേഷം പിന്നീട് അടുത്ത ഒരു ഊത്ത്, ആ രണ്ടാമത്തെ ഊത്തോടുകൂടി എന്താണ് സംഭവിക്കുക? വനുഫിഖ ഫിസ്സൂരി, കാഹളത്തിൽ ഊതപ്പെടും. ഫഇസാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, അപ്പോഴതാ അവർ അവരുടെ റബ്ബിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ട് വരുന്നു. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഊത്തോടുകൂടി സംഭവിക്കുക. ഈ എല്ലാ ഖബറുകളിലും ഉള്ള ആളുകളൊക്കെ അവരെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അവർ അവരുടെ റബ്ബിലേക്ക് ധൃതിയിൽ പോകും. അപ്പോൾ ഈ ആദ്യത്തെ ഊത്തും ഈ രണ്ടാമത്തെ ഊത്തും, ആദ്യത്തെ ഊത്തോടുകൂടി എല്ലാം നശിക്കും, രണ്ടാമത്തെ ഊത്തോടുകൂടി എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞു. ഈ രണ്ട് ഊത്തുകൾക്കിടയിൽ എത്രയാണ് കാലതാമസം എന്നുള്ളതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് നമുക്ക് പറയാൻ നിർവാഹമില്ല. ചില റിപ്പോർട്ടുകളിൽ കാണാം 40 കൊല്ലത്തിൻ്റെ ദൈർഘ്യമുണ്ട് എന്നൊക്കെ, അല്ലാഹു ആലം. ഏതായാലും ഇങ്ങനെ ഈ രണ്ടാമത്തെ ഊത്തോടുകൂടി ഖബറുകളിലുള്ള എല്ലാവരും, ലോകത്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലം തൊട്ട് ജീവിച്ചിരുന്ന എല്ലാവരും ആ സമയത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അവർ അവരുടെ റബ്ബിലേക്ക് ധൃതിയിൽ പോകും. ഇവിടെ ഏത് തരത്തിലുള്ള മരണം സംഭവിച്ചാലും അത് ചിലപ്പോൾ ഒരു ദേഹവും കിട്ടാതെ, ചിലപ്പോൾ വെള്ളത്തിൽ മുങ്ങി മരണമായിരിക്കാം, അല്ലെങ്കിൽ തീ കത്തി മരിച്ചതായിരിക്കാം, അല്ലെങ്കിൽ വിമാനാപകടത്തിലോ മറ്റൊക്കെ മരിച്ചിട്ട് ഒരു ശരീരം പോലും കിട്ടാത്ത അവസ്ഥയിലൊക്കെ ആയിട്ടുണ്ടാവാം. ഏതാണെങ്കിലും ശരി, എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കും. ഈ ലോകത്തുള്ള എല്ലാവരെയും, ജീവിച്ചു പോയ എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്നിട്ട് അവരെല്ലാവരും അള്ളാഹുവിലേക്ക് ധൃതിയിൽ പോകും. ഖാലൂയ വൈലന മം ബാസന മിൻ മർക്കദിന. അപ്പോൾ അവർ പറയുന്നൊരു സംസാരമുണ്ട്. ആരാണ് നമ്മളെ ഈ ഒരു ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത്? ആരാണ് നമ്മളുടെ കിടപ്പറയിൽ നിന്ന്, നമ്മുടെ ഉറങ്ങുന്ന സ്ഥലത്ത് നിന്ന് നമ്മളെ ഉണർത്തിയത്, ഉയർത്തെഴുന്നേൽപ്പിച്ചത് ആരാണ്? കാരണം അവരൊരു പുതിയ ലോകത്തെത്തിയ പോലെ തോന്നുകയാണ് അവർക്ക്. ഇതെന്താണെന്നൊന്നും മനസ്സിലാവണില്ല. ആ സമയത്ത് ഹാസാമ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ, ഇതാണ് പരമകാരുണികൻ വാഗ്ദാനം നൽകിയിരുന്നത്, മുർസലുകൾ ദൂതന്മാർ സത്യം പറഞ്ഞിരുന്നതും. ദൂതന്മാർ പറഞ്ഞിരുന്നല്ലോ ഒരു പരലോകം വരാനുണ്ട് എന്നൊക്കെ, അതിതാണ്. പരമകാരുണികൻ വാഗ്ദാനം നൽകിയിരുന്നല്ലോ, ഇവിടെ ചെയ്തതിനൊക്കെ നിങ്ങൾക്കൊരു പരലോകത്ത് വെച്ച് പ്രതിഫലം ലഭിക്കും. ആ പരലോകമാണ് ഇത്. അത് ആരാണ് പറയുക? ഈ ഹാസാമ വഅദ റഹ്മാനു ആ ഭാഗം അത് പറയുന്നത് ഒന്നുകിൽ അവർ തന്നെ സ്വയം മനസ്സിലാക്കി പറയുന്നതായിരിക്കാം. ഈ ഖബറുകളിൽ നിന്ന് എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിച്ചതിന് ശേഷം ആരാണ് നമ്മളെ ഇവിടെ നിന്ന് ഉണർത്തിയതെന്ന് ചോദിച്ചതിന് ശേഷം അവർ തന്നെ ആത്മകഥം പറയുന്നതായിരിക്കാം, സ്വയം പറയുന്നതായിരിക്കാം. നമ്മുടെ പരമകാരുണികൻ വാഗ്ദാനം നൽകിയിരുന്നത് ഇതാണല്ലേ, ദൂതന്മാരൊക്കെ സത്യം പറഞ്ഞിരുന്നു ഇങ്ങനൊരു സംഗതി വരാനുണ്ട് എന്നുള്ളത്, അത് ഇതാണല്ലേ എന്ന് അവർ സ്വയം മനസ്സിലാക്കി പറയുന്നതായിരിക്കാം. അല്ലെങ്കിൽ മലക്കുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം. അവർ ഈ രൂപത്തിൽ ചോദിക്കുമ്പോൾ, എവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയത്, ആരാണ് ഞങ്ങളെ ഉണർത്തിയതെന്ന് ചോദിക്കുമ്പോൾ മലക്കുകൾ കൊടുക്കുന്ന മറുപടി ആയിരിക്കാം, അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയ ആ ഒരു പരലോകമാണിപ്പോൾ, അവിടെയാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്. നിങ്ങളുടെ അടുത്തേക്ക് വന്ന ദൂതന്മാർ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ഒരു പരലോകത്തെക്കുറിച്ച്, അവർ സത്യം പറഞ്ഞിരുന്നതാണ്, അതാണ് ഇപ്പോൾ സംഭവിച്ചത്.
അല്ലെങ്കിൽ സത്യവിശ്വാസികൾ പറഞ്ഞു കൊടുക്കുന്നതുമായിരിക്കാം. ഈ അവിശ്വാസികൾക്ക് സത്യവിശ്വാസികളായ ആളുകൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം. ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ പരലോകമാണ് സംഭവിച്ചത് എന്ന് സത്യവിശ്വാസികൾ പറഞ്ഞു കൊടുക്കുന്നതുമായിരിക്കാം. അപ്പോൾ ഇങ്ങനെ 2-3 രൂപത്തിലായിരിക്കാം ഈ ഒരു ഹാസാമ വഅദ റഹ്മാനു എന്നുള്ള ആ ഒരു ഭാഗം, വസദഖൽ മുർസലൂൻ ആ ഒരു ഭാഗം ആ രൂപത്തിലായിരിക്കാം. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഇൻ കാനത്ത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദത്തൻ ഫഇദാഹും ജമീഉൽ ലദൈന മുഹ്ദറൂൻ. അതൊരു ഘോര ശബ്ദമല്ലാതെ മറ്റൊന്നുമല്ല. ആ സമയത്ത് അപ്പോഴതാ അവർ നമ്മുടെ അടുക്കലേക്ക് ഹാജരാക്കപ്പെടുന്നവരാകുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ ഊത്ത് എന്ന് പറയുന്നത് അത് കുറേ സമയമെടുത്തിട്ട് സംഭവിക്കുന്നൊരു കാര്യമൊന്നുമല്ല. അതൊരു ഘോര ശബ്ദമല്ലാതെ മറ്റൊന്നുമല്ല, അത്രയേ ഉള്ളത്. ആ രണ്ടാമത്തെ ഊത്തെന്ന് പറയുന്നത് ഒരു ഘോര ശബ്ദം. അതോടുകൂടി എല്ലാം സംഭവിച്ചു, എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആദ്യത്തെ ഊത്തും അങ്ങനെ തന്നെയാണ്, അതും ഒരു ഘോര ശബ്ദമാണ്, പെട്ടെന്ന് സംഭവിക്കും. അപ്പോൾ ഈ ഒരു കാഹളത്തിലെ ഊത്ത് എന്ന് പറഞ്ഞാൽ അതൊരുപാട് കാലങ്ങളോളം ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്നൊരു സംഗതിയൊന്നുമല്ല. അതൊരു ഘോര ശബ്ദം, ഒരൊറ്റ ശബ്ദം. ആ ശബ്ദത്തോടു കൂടി എല്ലാവരും ഒരുമിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. എന്നിട്ട് അവരെല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ, എല്ലാവരും ഒരുമിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും. ഫൽ യൗമ ലാ തുദ്ലമു നഫ്സുൻ ഷൈഅൻ വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. ആ പരലോകത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ ഹാജരാക്കപ്പെടുന്ന ആ മഹ്ശറയുടെ പ്രത്യേകത എന്താണ്? അവിടെ ഒരാളോടും അനീതി കാണിക്കൂല. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനാണ് അവർക്ക് പ്രതിഫലം ലഭിക്കുക. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനല്ലാതെ അവർക്ക് പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവരെന്തൊക്കെയാണോ ഭൂമിയിൽ പ്രവർത്തിച്ചിരുന്നത് അതിനുള്ള പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുക. അല്ലാതെ അവരോട് ഒരിക്കലും അനീതി കാണിക്കപ്പെടുകയില്ല, അവർക്കൊരിക്കലും ഒരു അനീതിയും അവിടെ ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ഒരാൾക്കും പറയാൻ അവിടെ യാതൊരു അവസരവും ഉണ്ടാവില്ല, എനിക്ക് ഞാൻ ചെയ്യാത്ത പലതിനും ശിക്ഷ കിട്ടിയിട്ടുണ്ട്. ഈ ലോകത്തൊക്കെ അങ്ങനെ സംഭവിക്കാമല്ലോ. പക്ഷെ പരലോകത്ത് ഒരിക്കലും ഒരാൾക്കും പറയേണ്ടി വരില്ല, ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എനിക്ക് ശിക്ഷ ലഭിക്കുന്നു, ഇതെന്താണ് ഇങ്ങനെ, എന്നോട് അനീതി കാണിക്കുന്നു എന്നൊരാൾക്കും പറയാനുണ്ടാവില്ല. എല്ലാവർക്കും എന്താ പറയാനുണ്ടാവുക? ഞാൻ ചെയ്തതിനുള്ള കൃത്യമായ ശിക്ഷ തന്നെയാണ് എനിക്ക് ലഭിക്കുന്നുള്ളൂ. പക്ഷേ ഇതിൽ നിന്ന് എങ്ങനെയാണൊന്ന് രക്ഷപ്പെടാൻ പറ്റുക? ഒരിക്കൽ കൂടി എന്നെ ഒന്ന് ഭൂമിയിലേക്ക് അയക്കൂ എന്ന രൂപത്തിൽ ചോദിക്കാനേ ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എൻ്റെ മേലെ ശിക്ഷ നൽകിയിരിക്കുന്നു എന്നൊന്നും ഒരിക്കലും ഒരാൾക്കും പറയാനുണ്ടാവില്ല. ഒരാളോടും അനീതി കാണിക്കപ്പെടുകയില്ല. എല്ലാവർക്കും നീതിപരമായിട്ട്, എല്ലാവർക്കും നീതിപൂർവമായ വിധിയായിരിക്കും അവിടെ ഉണ്ടാവുക. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത അമലുകൾക്ക് എത്രയാണോ പുണ്യം അള്ളാഹു നൽകാൻ ഉദ്ദേശിക്കുന്നത് അത് ഇരട്ടി ഇരട്ടിയായി നൽകുമെന്ന് പറഞ്ഞ പുണ്യങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ കിട്ടും. ആ രൂപത്തിൽ പുണ്യത്തിന് ഇരട്ടി ഇരട്ടിയായിട്ട് കൊടുക്കും. എന്നാൽ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, തെറ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ മാത്രമേ കൊടുക്കുകയുള്ളൂ. ഒരാൾക്കും അവിടെ പരാതി ഉണ്ടാവില്ല, ഞാൻ ചെയ്യാത്തതിന് എനിക്ക് ശിക്ഷ നൽകി എന്നൊരു പരാതി ഒരിക്കലും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ കൃത്യമായ നീതിപൂർവമായ വിധിയായിരിക്കും അവിടെ ഉണ്ടാവുക. ആരും അവിടെ കൈക്കൂലി കൊടുത്തിട്ടോ മൊഴി മാറ്റി പറഞ്ഞിട്ടോ ഒരാൾക്ക് അർഹതപ്പെട്ട എന്തെങ്കിലും ഒന്ന് മറ്റൊരാൾക്ക് ലഭിക്കുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല. എല്ലാവർക്കും കൃത്യമായ നീതിപൂർവമായ വിധിയായിരിക്കും അവിടെ സംഭവിക്കുക എന്നർത്ഥം. ഇനി നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. വനുഫിഖ ഫിസ്സൂരി ഫഇദാഹും മിനൽ, അവിടെ 2 മീമുകൾ അടുത്തടുത്ത് വന്നു. ആദ്യത്തെ മീമിന് സുക്കൂന്, രണ്ടാമത്തെ മീമിന് ഹർക്കത്തുണ്ട്. അങ്ങനെ വരുമ്പോൾ 2 മീമുകളെയും കൂടെ ചേർത്ത് ഷദ്ദുള്ള ഒരൊറ്റ മീമായിട്ട് മണിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇദ്ഗാം മുതമാസിലൈനി എന്നാണ് അതിന് പറയാം. അപ്പോൾ ഫഇദാഹും മിനൽ അജ്ദാസി, ജീമിന് സുക്കൂന്, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം, വെളിവാക്കി പറയണം. ജ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അജ്ദാസി ഇലാ റബ്ബിഹിം യാസിലുൻ, സീനിൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു, ഇഖ്ഫ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ യാസിലൂൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. അടുത്ത ആയത്ത് ഖാലൂ യാ വൈലന മം ബഅസന, ബാഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു. ബാഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വരുമ്പോൾ ആ സുക്കൂനിലെ നൂനിനെ മീമാണെന്ന് സങ്കല്പിച്ച് മീമിൻ്റെ ശബ്ദത്തോടു കൂടിയാണ് പറയേണ്ടത്. സാവകാശമുള്ളൊരു മീമിലേക്കുള്ള പോക്ക്, അതിന് ഇഖ്ലാബ് എന്നാണ് പറയാം. അപ്പോൾ മൻ എന്നല്ല മം, മൻ എന്ന് പറയുന്നതിന് പകരം മം, മീമാണെന്ന് വിചാരിക്കുക, നൂനിൻ്റെ സ്ഥാനത്ത് മീമാണെന്ന് വിചാരിക്കുക. അപ്പോൾ മം ബഅസന മിം മർക്കദിന, അവിടെ മീമിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു. ആ സുക്കൂനുള്ള നൂനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ മിം മർക്കദിന, അവിടെ ഒരു ഖിലി, അതേപോലെ സീന് കാണാം. മുകൾ ഭാഗത്തൊരു ഖിലിയും താഴൊരു സീനും ചെറിയ രൂപത്തിൽ അവിടെ എഴുതിയിട്ടുണ്ടാവും. അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഖിലി കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. പക്ഷെ നിർത്തലാണ് ഏറ്റവും നല്ലത്, നിർത്തലിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. സീന് കണ്ടാൽ എന്താ ചെയ്യേണ്ടത്? അത് എല്ലായിടത്തും കാണാത്തതാണല്ലേ.
സീന് കണ്ടു കഴിഞ്ഞാൽ സക്ത എന്ന് പറയും. അതായത് ശ്വാസം വിടാതെ നിർത്തുക. സാധാരണ നമ്മൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നിർത്തുമ്പോൾ ശ്വാസം വിടുമല്ലോ, അങ്ങനെ ശ്വാസം വിടാതെ നിർത്തിയിട്ട് ബാക്കിയാണ് ഓതിപ്പോവുക. എന്നാൽ നിർത്തണം ശ്വാസം വിടാതെ. എങ്ങനെ? മിമ്മർക്കദിന ഹാസാമ, അവിടെ ഞാൻ ശ്വാസം വിട്ടിട്ടില്ല, എന്നാൽ ബാക്കിയാണ് ഓതും ചെയ്തു. അതാണ് സീന് കണ്ടു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. ഖലി കണ്ടു കഴിഞ്ഞാൽ ശ്വാസം വിട്ടിട്ട് തന്നെ നിർത്താം. അപ്പോൾ അവിടെ രണ്ട് അഭിപ്രായങ്ങളുണ്ട് എന്നർത്ഥം. അവിടെ നിർത്തിയിട്ട് പിന്നീട് എടുത്ത് ഓതാം, അതല്ലെങ്കിൽ ശ്വാസം വിടാതെ ഒന്ന് നിർത്തിയിട്ട് പെട്ടെന്ന് അടുത്തെടുത്ത് ഓതാം. പക്ഷെ ചേർത്തി ഓതൽ നല്ലതല്ല. ഏത്? മിമ്മർക്കദിന ഹാസ, അങ്ങനെ ചേർത്തി ഓതിപ്പോവൽ നല്ലതല്ല. ഇനി നമ്മുടെ നാട്ടിലേക്ക് പാരായണം എന്നുള്ളത് ഹഫ്സിൻ്റെ പാരായണമാണല്ലോ. ആ പാരായണ പ്രകാരം അവിടെ സക്ത, അതായത് ശ്വാസം വിടാതെ നിർത്തിയിട്ട് അടുത്തത് എടുത്തോതുന്ന ആ പാരായണമാണ് നമ്മുടെ നാട്ടിലേക്ക് പാരായണം. അതാണ് ഹഫ്സിൻ്റെ പാരായണം, അതാണ് നമ്മൾ പിന്തുടരുന്നത്. ഇനി അങ്ങനെ അല്ലാതെ അവിടെ നിർത്തിയിട്ട് പാരായണം ചെയ്താലും പ്രശ്നമൊന്നുമില്ല, അത് ഖിലിയായിട്ട് വരുന്നർത്ഥം. അപ്പോൾ നമുക്ക് മുൻഗണന സീനിന് കൊടുക്കാം. പൊതുവേ ഖിലി, സീൻ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ മുകളിലുള്ളതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. അത് അവിടെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ശരിക്ക് ഒരു വിഷയം കഴിഞ്ഞു. മം ബഅസന മിൻ മർക്കദിന എന്ന് പറഞ്ഞാൽ അത് പറയുന്ന ആളുകൾ വേറെ, ഹാസാമ വഅദർ റഹ്മാനു പറയുന്നത് വേറെ ആളുകൾ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരർത്ഥം പൂർത്തിയായി, അടുത്തത് വേറൊരു കാര്യം. അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ ഖിലി കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുൻഗണന എന്നുള്ള രൂപത്തിലാണ് ഇത് മുകളിൽ എഴുതിയിട്ടുള്ളത്. ഇനി നമ്മുടെ നാട്ടിലെ പാരായണം ഹഫ്സിൻ്റെ പാരായണമായതുകൊണ്ട് ആ സീനിന് മുൻഗണന നൽകിയിട്ട് നമുക്ക് പാരായണം ചെയ്യാം. അങ്ങനെയല്ലാതെ ഖിലിക്ക് മുൻഗണന നൽകിയിട്ട് പാരായണം ചെയ്താലും തെറ്റൊന്നുമില്ല. ഈ ഹഫ്സിൻ്റെ പാരായണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പിന്തുടരുന്നത് ഇമാം ഹഫ്സ് എന്ന് പറയുന്ന ആളുടെ പാരായണമാണ് നമ്മുടെ നാട്ടിലൊക്കെ പിന്തുടരുന്നത്. അദ്ദേഹത്തിൻ്റെ ഗുരുവിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ അറിവനുസരിച്ച് അദ്ദേഹം പാരായണം ചെയ്തു തന്ന രീതി, അതാണ് നമ്മളൊക്കെ പിന്തുടരുന്നത്. ഹാസാമ വഅദർ റഹ്മാനു വ സ്വദഖൽ മുർസലൂൻ, അവസാനത്തെ നൂന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടിൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. ഇൻ കാനത്ത്, കാഫിന് മുമ്പ് സുക്കൂന നൂന് ഇഖ്ഫാ ചെയ്യാം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ ഇൻ കാനത്ത് ഇല്ല സൊയ്ഹത്തൻ, അവിടെ തൻവീന് വന്നു, ശേഷം വാവാണ്. വാവിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ആ തൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ സൊയ്ഹത്ത വാഹിദ, വാഹിദത്തൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനാണ്, ശേഷം ഫ ആണ്. ഫാഇൻ്റെ മുമ്പ് തൻവീന് വന്നാൽ അതിനെ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ വാഹിദത്ത ഫഇദ, ഫഇദാഹും ജമിഉൻ, ജമിഉൻ എന്നതിൻ്റെ അവസാനത്തിൽ തൻവീന്, ശേഷം ലാമാണ്. ലാമിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ആ തൻവീനെ പൂർണ്ണമായിട്ടും ലാമിലേക്ക് ലയിപ്പിക്കണം, മണിക്കാനേ പാടില്ല. അപ്പോൾ ജമിഉൻ എന്ന് പറയില്ല, ജമിഉ എന്ന് പറഞ്ഞിട്ട് ഷദ്ദുള്ള ലാമ് പറഞ്ഞാൽ മതി. ജമിഉൽ ലദൈന, ജമിഉൽ ലദൈന. മുഹ്ദറൂൻ, അവസാനത്തെ നൂന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. ഫൽ യൗമ ലാ തുദ്ലമു നഫ്സുൻ, അവിടെ തൻവീന് ശേഷം ഷീനാണ്. ഷീനിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ആ തൻവീന് ഇഖ്ഫാ ചെയ്യണം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കണം. അപ്പോൾ നഫ്സോൻ ഷെയ്അ, ഷെയ്അൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, ശേഷം വാവാണ്. വാവിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ഇദ്ഗാം ബിഗുന്ന, ആ തൻവീനെ വാവിലേക്ക് ലയിപ്പിക്കണം, മണിക്കണം. ഷെയ്അൻ വ, ഷെയ്അൻ വ. വലാ തുജ്സൗന, ജീമിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയണം. ജ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. തുജ്സൗന ഇല്ലാ മാ കുന്തും, താഇൻ്റെ മുമ്പ് സുക്കൂന നൂന് വന്നു, ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ കുന്തും തഅമലൂൻ, അവസാനത്തെ നൂന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. നമുക്ക് ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാസാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഇൻ കാനത് ഇല്ലാ സൊയ്ഹതൻ വാഹിദതൻ ഫഇദാ ഹും ജമീഉൻ ലദൈനാ മുഹ്ദറൂൻ. ഫൽയൗമ ലാ തുദ്ലമു നഫ്സുൻ ഷൈഅൻ വലാ തുജ്സൗന ഇല്ലാ മാ കുന്തും തഅമലൂൻ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ വനുഫിഖ ഫിസ്സൂരി, ഫി എന്നുള്ളത് ഹർഫ് ജറാണ്, ശേഷം മിനൽ അജ്ദാസി, മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്, ഇലാ റബ്ബിഹിം, ഇലാ എന്നുള്ളത് ഹർഫ് ജറാണ്. ഈ ഹർഫ് ജറ് വന്നാൽ അതിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. സാധാരണ കസർ കൊണ്ടോ കസർ തൻവീനുണ്ടോ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫി കഴിഞ്ഞിട്ട് സൂർ, അപ്പോൾ ഫി സൂരി അവസാനത്തിൽ കസർ ഇട്ടു. മിനൽ അജ്ദാസി അവസാനത്തിൽ കസർ ഇട്ടു. ഇലാ റബ്ബി അവിടെയും കസർ ഇട്ടു. അപ്പോൾ ഇതൊക്കെ ഹർഫ് ജറുകളായതുകൊണ്ടാണ് അതിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കൊടുക്കുന്നത്, അതായത് കസർ കൊടുത്തത്. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിന, മിൻ വീണ്ടും വന്നു, അത് ഹർഫ് ജറാണല്ലോ. അപ്പോൾ മർഖദി, മർഖദു എന്നുള്ളത് മർഖദി എന്നായി മിൻ വന്നതുകൊണ്ട്. ഹാസാ മാ വഅദർ റഹ്മാനു,
വഅദ വാഗ്ദാനം ചെയ്തു. ആര്? അർ റഹ്മാൻ പരമകാരുണികൻ. അപ്പോൾ പരമകാരുണികൻ റഹ്മാൻ എന്നുള്ളത് അവിടെ ഫായിലാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റ് ആണെങ്കിൽ കർത്താവാണ്. ഈ ഫായിലിന് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും, സാധാരണ ലമ്മ് കൊണ്ടോ ലമ്മ് തൻവീനും കൊണ്ടോ. അപ്പോൾ ഇവിടെ റഹ്മാനു അവസാനത്തിൽ ലമ്മിട്ട് എഴുതാനുള്ള കാരണം ആ റഹ്മാൻ എന്നുള്ള പദം ഫായിലായിട്ട് വന്നതുകൊണ്ടാണ്. ഇനി വ സ്വദഖ സത്യം പറയുകയും ചെയ്തു. ആര്? അൽ മുർസലൂൻ. ഈ മുർസലൂൻ എന്നുള്ളത് അവിടെ ദൂതന്മാർ എന്നുള്ളത് അവിടെയും അത് ഫായിലാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റാണ്, കർത്താവാണ്. നമ്മൾ മനസ്സിലാക്കി ഫായിലിന് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും. റഫ് ആണ് മുർസലൂൻ എന്നുള്ള രൂപം റഫിൻ്റെ രൂപമാണ്. ഇനി അത് ജറിൻ്റെയും നെസ്ബിൻ്റെയൊക്കെ രൂപത്തിൽ എഴുതാൻ പറഞ്ഞാൽ മുർസലീൻ എന്നാണ് എഴുതുക. അപ്പോൾ മുർസലൂൻ എന്ന് പറയുമ്പോൾ റഫിൻ്റെ രൂപം, മുർസലീൻ എന്ന് പറയുമ്പോൾ അത് ജറിൻ്റെയും നെസ്ബിൻ്റെയും രൂപം. ഇൻ കാനത്ത് ഇല്ലാ സൊയ്ഹത്തൻ വാഹിദത്തൻ. സൊയ്ഹത്ത് എന്നുള്ള പദത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് വാഹിദത്ത്. അപ്പോൾ ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടന കിട്ടണം. ഒന്ന് സ്ത്രീലിംഗാണെങ്കിൽ മറ്റൊരു സ്ത്രീലിംഗ്, ഒന്ന് ഏകവചനാണെങ്കിൽ മറ്റൊന്നും ഏകവചനം. അപ്പോൾ സൊയ്ഹത്തൻ വാഹിദത്തൻ രണ്ടും ഒരേ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. ഒന്നിൻ്റെ മുമ്പിൽ അലിഫ്ലാം ഉണ്ടെങ്കിൽ മറ്റതിൻ്റെ മുമ്പിലും അലിഫ്ലാം ഉണ്ടാവും. ഫഇദാഹും ജമീഉൽ ലദൈന മുഹ്ദറൂൻ ഫൽ യൗമ ലാ തുദ്ലമു നഫ്സുൻ ഷൈആ. ലാ തുദ്ലമു അക്രമം കാണിക്കപ്പെടുകയില്ല, അനീതി കാണിക്കപ്പെടുകയില്ല. അവിടെ നഫ്സ് എന്നുള്ള പദം ശരിക്ക് മഫ്ഊലുൻ ബിയുടെ സ്ഥാനത്ത് നിന്ന് ഫായിലിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതാണ്. അതിനെ നായിബ് ഫായിൽ എന്നാണ് പറയുക. അപ്പോൾ ഒരു ശരീരവും ഒരു ദേഹവും അക്രമം കാണിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു ദേഹത്തോടും അനീതി കാണിക്കൂല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഷെയ്അൻ എന്നുള്ള പദമാണ് മഫ്ഊലുൻ ബിഹി, അതുകൊണ്ടാണ് അതിന് നെസ്ബ് കിട്ടിയത്. മഫ്ഊലുൻ ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും, അതുകൊണ്ടാണ് ഷെയ്അൻ ഫത്ത് തൻവീനിട്ട് എഴുതിയത്. വലാ തുജ്സൗന ഇല്ലാ മാ കുന്തും തഅമലൂൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.